ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. നമസ്കാരം, സൂരജ് പാലക്കാരനാണ്. വടകര പെരിങ്ങടുത്തുപോയിൽ ആവളയിലാണ് നമ്മളിപ്പോൾ ഇന്നുള്ളത്. സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. പെരിങ്ങടുത്തുപോയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും പാടങ്ങളും വരമ്പുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. പെരിങ്ങടുത്തുപോയിൽ കോഴിക്കോടിൻ്റെ നെല്ലറ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ പണിയാനും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന അന്യം നിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ദീപം വെച്ചും താലത്തെ കണ്ണാടി ചെപ്പും വെച്ചും താലത്തെ കണ്ണാടി ചെപ്പും വെച്ച് താലത്തെ കണ്ണാടി ചെപ്പും വെച്ച് പൂമാതൈ പൊന്നമ്മ പട്ടട്ടാലി പൂമാതൈ പൊന്നമ്മ പട്ടട്ടാലി പൂമാതൈ പൊന്നമ്മ പട്ടട്ടാലി പൂമാതൈ പൊന്നമ്മ പട്ടട്ടാലി. നന്നായിട്ടുണ്ട് കേട്ടോ. ആരാ മെയിൻ പാട്ടുകാരി? ചന്ദ്രി. ഏതാ ചന്ദ്രിയർത്തി? ഇതാ ചന്ദ്രിയടത്തി. ചന്ദ്രിയത്തി എന്ന് കൊടുത്ത് മൈക്ക് കൊടുത്ത്. അതാണ് ചന്ദ്രിയടത്തി. ചന്ദ്രിയടത്തി, പിന്നെ മാതയടത്തി അല്ലേ? മാധുവടത്തി. അത് മാധുവടത്തി. ഇത് ബീന ചേച്ചി. അടുത്താരാ? അത് ബീന ചേച്ചി. ഇത് ചന്ദ്രി ചേച്ചി. എല്ലാരും ഉണ്ടല്ലേ? കാപ്പി കുടിച്ചോ? ശരിക്കും പറഞ്ഞാൽ ഈ പാടത്ത് പണിയെടുക്കുന്നവരൊക്കെ ജോലിയുടെ ഒരു ആക്കം കുറയ്ക്കാനായിട്ട്, അതല്ലെങ്കിൽ വെയിലിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയാണ് പാട്ടുപാടി തുടങ്ങിയെന്നാണ് കേട്ടിട്ടുള്ളത്. ശരിയല്ലേ? ശരിയാണല്ലേ? അപ്പോൾ എത്ര മണി വരെ പണിയാറുണ്ട് പാടത്ത്? 5 മണി വരെ അല്ലേ? രാവിലെ വരും? രാവിലെ 9 മണി. പരിപാടിയൊക്കെ കാണാറുണ്ടോ? സൂപ്പർ ബമ്പർ കാണാറുണ്ടോ? പകൽ സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിലെല്ലാം കാണും അല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? പറഞ്ഞില്ലേ, വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നിറച്ച് വെള്ളാമ്പൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. അത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കണ്ട ചേച്ചിമാരൊക്കെ അവിടെ ഒരുപാട് പേര് പാടത്ത് പണിയുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സ്ഥലമാണിത്. അപ്പം നമുക്ക് എന്തായാലും സൂപ്പർ ബമ്പർ ഇന്നിവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം, പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്രയ്ക്കടുത്ത് ആവള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. ഇവിടുത്തെ പ്രധാന വ്യക്തികൾ എന്ന് പറഞ്ഞ് നമ്മളിവിടെ എത്തിക്കാൻ ശ്രമിച്ചവർ എന്ന് പറയുന്നത് ആവളയിലെ ബ്രദേഴ്സ് കലാസമിതിയാണ്. അവർക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ജാതി മത രാഷ്ട്രീയ ലാഭം ഒന്നുമില്ലാതെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവും. ആ കൂട്ടത്തിന്റെ ശക്തിയാണ് നാടിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം ഇവിടെ എത്താൻ പറ്റിയത്. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ്, ഒരുപാട് കഴിവുകളുള്ള നാടാണ്. എന്താണ് പേരെന്താണ്? ഷൈജു. ഷൈജു എന്ത് ചെയ്യുന്നു? കരിങ്കല്ല് പണി. ഞാനത് 8ന്റെ പണിയെന്നാണ് കേട്ടത്. കലാരംഗത്ത് എന്തെങ്കിലും പരിപാടികളുണ്ടോ? അത്യാവശ്യം പാട്ട് പാടും. രണ്ടുപേരും കേൾക്കാം അല്ലേ? പാടിക്കോളൂ. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ. അപ്പോ
പറഞ്ഞത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് കലാകാരന്മാരുള്ള കഴിവുകളുള്ള ആളുകളുടെ നാടാണ്. ഇവിടെ സ്ത്രീകൾ പാടുന്നവരാരും ഇല്ലേ? ആരാ പാടുന്നത്? അപ്പോ ഇവിടെ ഒരാൾ പാടുന്നുണ്ട്. ഇദ്ദേഹമാണല്ലേ. പേരെന്താണ്? എന്താണ്? സ്വാതി. സംഗീതത്തിൽ അഭിരുചിയുണ്ടോ? സംഗീതത്തിൽ അഭിരുചിയൊന്നുമില്ല, പക്ഷേ പാടണം. 4 വരി വേണേ കീച്ചാം അല്ലേ? എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 4 വരി അങ്ങ് അലക്കുക അങ്ങോട്ട്. ഫസ്റ്റ് ഒരു റിക്വസ്റ്റ്, ഞാൻ പാടുമ്പോൾ ആരും ഓടിപ്പോറത്. തീർച്ചയായിട്ടും ഇല്ല. ഇത്രയും പേര് ഒരുമിച്ച് ഓടിക്കഴിഞ്ഞാൽ മൊത്തം വിഷയം. അതുകൊണ്ട് നിങ്ങൾ ആരും ഓടരുത് കേട്ടോ. മോള് പാട്ട് പാടാൻ പോവുകയാണ്. സ്വാതി, നക്ഷത്രം, ഭരണി. ഓക്കെ, റെഡി, തുടങ്ങിക്കോളൂ. ഒരു മെഴുതിരിയുടെ നെറുകയിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ, ഒരു സുഖമുറവിയിലുരുകുകയാണെൻ ഹൃദയമേ, വെറുതെ നിന്നു ഞാൻ. എന്തിനാ മോളെന്തിനാ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 10th പഠിക്കുന്നത്. ഇഷ്ട കാര്യം എന്താവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? അങ്ങനെ ചോദിച്ചാല് എനിക്ക് സിവിൽ സർവീസ് മേഖലയൊക്കെ ഭയങ്കര ഓ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ അടുത്തത്? എല്ലാറ്റിനുപരി നല്ലൊരു മനുഷ്യനാവണം. നല്ലൊരു മനുഷ്യനാവും എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. റോൾ മോഡൽ ആരാണ്? APJ അബ്ദുൽ കലാം. വാ, വെരി ഗുഡ്. മോള് പറഞ്ഞതുപോലെ നന്മയെ സ്നേഹിക്കുന്നവരുടെ നാടാണ് APJ അബ്ദുൽ കലാമിനെ പോലെയുള്ളവരെ ബഹുമാനിക്കുന്നവരുടെ നാടാണ്. നാട് എപ്പോഴും നല്ലതിന് തന്നെ ആവട്ടെ. അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നമ്മൾ കളിക്കാൻ പോകുന്ന കളി സൂപ്പർ ബമ്പറാണ്. സൂപ്പർ ബമ്പറിനായി നമ്മൾ 5 പേരെയാണ് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് 5 ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ? അവരിൽ ആരാണ് ഇവിടെ കളിക്കാൻ യോഗ്യത നേടിയിട്ടുള്ളതെന്ന് നമുക്കറിയാൻ സമയമായി. കാത്തിരിക്കൂ. അപ്പോ 5 പേര്, 5 കണ്ടസ്റ്റന്റ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കയ്യിലല്ല, ഞാൻ അവരെ ഭരണക്കകത്താക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി, ആരാണ് കളിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണ്ടേ? അപ്പോൾ തിരഞ്ഞെടുക്കാം. മോള് വന്നോളൂ. ഇന്ന് നമ്മുടെ ഗെയിമിൽ ആദ്യമായി മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നൗഷാദ്. സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന ആളാണ്. ആരാണ്? നൗഷാദ്. അതെ, നമ്മുടെ അഭിമാന താരം നൗഷാദ്. നൗഷാദ്, എന്താണ് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? വളരെ സന്തോഷം. അതെ, അപ്പം നല്ലൊരു നാടാണ് നിങ്ങളുടെ കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അനുഭവപ്പെട്ടില്ലേ? അനുഭവപ്പെട്ടു, തീർച്ചയായിട്ടും അനുഭവപ്പെട്ടു. ഓരോ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്. എന്നാൽ ഈ നാടിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. എവിടെയാണ് നൗഷാദ്ക്കാരുടെ വീട്? ഇവിടെ അടുത്ത് തന്നെ. ഫാമിലി ആരൊക്കെയുണ്ട്? ഫാമിലി, ഭാര്യ, 2 കുട്ടികൾ, ഉമ്മ, വാപ്പ മരിച്ചുപോയി. എന്ത് ജോലി എന്താണ് ശരിക്കും? പോലീസിലാട്ടോ, കേരള പോലീസിലാണ്. കേരള പോലീസിലാണല്ലേ? വെരി ഗുഡ്. വന്നപ്പോ പറഞ്ഞില്ല, അവസാനം സസ്പെൻസിന് വേണ്ടി വെച്ചിരിക്കുകയാണല്ലേ? എത്ര വർഷമായി സർവീസിൽ? 20 വർഷമായി. അപ്പോ നമുക്ക് കളി തുടങ്ങാം. സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരിക്കുന്ന പ്രിയങ്കരനായ നൗഷാദക്കയാണ്. നൗഷാദ്, അപ്പോ നൗഷാദക്ക് 1000 രൂപയുടെ ആദ്യത്തെ ഗെയിമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. നൗഷാദ്, ഇവിടെ 2 പെട്ടികൾ ഇരിപ്പുണ്ട്. അതിലൊന്ന് പണപ്പെട്ടിയും ഒന്നിൽ പണിപ്പെട്ടിയുമാണ്. പണി അതായത് 8ന്റെ പണി. നിങ്ങൾക്ക് പോലീസുകാർക്ക് ഒരു പണി തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോഴത്തെ ഇപ്പൊ നല്ല പണി കിട്ടുന്ന സമയമാണല്ലേ? എന്തായാലും നൗഷാദ്, ഇതിനകത്ത് ഈ കളിയിൽ ജയിക്കണമെങ്കിൽ കുറച്ച് നിയമാവലികളുണ്ട്. പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ.
ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡ് ആണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസ് ആയ 25,000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിയമാവലികൾ എന്ന് പറയുന്നത്. നൗഷാദിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോ ഈ പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ റെഡിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് കൊടുത്തേ. ഓക്കെ, ഈ ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടി നൗഷാദിക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോവുകയാണ്. എടുത്തോളൂ നൗഷാദിക്ക. ഗെയിം വായിക്കട്ടെ. വായിക്കേ, പെട്ടെന്ന് വായിക്കേ. ഉദ്യോഗാന്ന് ഒരു 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 തിളപ്പല്ലേ. ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ. പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ. അപ്പോ ഈ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് പരിപാടികളൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? സമയം കണ്ടെത്തും. സൂപ്പർ ബമ്പർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഷോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്താണ്? നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടി എന്ന് കൈന്നിട്ട് പറയുന്നതാണോ? ഉള്ളതാണോ? ഉള്ള കാര്യമല്ലേ. നമ്മള് എന്താണ് ഈ പരിപാടി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മള് ഇതുപോലത്തെ നാടൻ പ്രദേശങ്ങളൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയാല് ഒരുപാട് നാട്ടുകാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. മറ്റേ ടൗണിലൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ ബാക്കി ചാനലൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. അതിന് ഏറ്റവും വലിയ സംഭവം. തീർച്ചയായിട്ടും. അപ്പോ എന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല എന്ന് മനസ്സിലായി. എങ്കിൽ തന്നെയും എന്ന് വെച്ച് നമ്മൾ എടുത്ത ഈ പേപ്പർ മാറിപ്പോവില്ല. ഇതിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയായിരിക്കും. നൗഷാദിക്കുള്ള ഗെയിം ഞാനൊന്ന് വായിക്കുകയാണ്. ഇക്കുള്ള ഗെയിമിന്റെ പേരാണ് മുങ്ങിത്തപ്പി. ഇതിനകത്ത് കുറേ ബോളുകൾ കിടപ്പുണ്ട്. തെർമോ ബോൾസ് കുറേ ഉണ്ട്. അതിനകത്ത് പ്ലാസ്റ്റിക് ബോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിന്ന് മുങ്ങിത്തപ്പി പുറകിൽ കൈകെട്ടി മുങ്ങിത്തപ്പി 8 ബോളുകളാണ് എടുക്കേണ്ടത്. ഓരോ ബോളുകൾ എടുത്ത് വാഗൊണ്ട് കടിച്ച് ഇതിനകത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇടുക. 120 സെക്കൻഡ് ഉണ്ട് സമയം. അതായത് 2 മിനിറ്റ് ആണ് സമയം. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് ഇതിൽ ജയിച്ചാലുള്ളത്. നൗഷാദ് റെഡിയല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 8 ബോളുകളാണ് എടുക്കേണ്ടത് 120 സെക്കൻഡിനുള്ളിൽ. ഗെയിം സ്റ്റാർട്ട്. മുങ്ങിത്തപ്പി. യെസ്, ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പിടിച്ചോ. മുങ്ങിത്തപ്പുകയാണ്. യെസ്, ഈ സൈഡിലുണ്ട്. സപ്പോർട്ട്. ഒന്ന് കിട്ടി. റെഡി. ഒന്ന്. യെസ്, കിട്ടും. ഗംഭീരം. 2. നല്ല കയ്യടി. അഞ്ച് പിടിക്ക. ഈ സൈഡ്. ഊതരുത്. അവിടെ മുന്നിൽ കണ്ണോട് തുറന്നു നോക്ക്. 40 സെക്കൻഡിൽ 3 എടുത്തു കഴിഞ്ഞു. വെച്ചാണ് എടുക്കുന്നത്. ബോളിന് വാങ്ങി കൊടുക്ക. കിട്ടിയ സ്പീഡ്. 4 1 മിനിറ്റ് കഴിയാൻ പോകുന്നു. കഴിഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞു. അടുത്ത 1 മിനിറ്റ് 4 എടുക്കണം. തള്ളി മറിക്ക്. 5 പിടിച്ചോ. അവിടെയുണ്ട് കുറെ. 5. അടുത്തത് 6. 30 സെക്കൻഡ് ബാക്കി. 7. 20 സെക്കൻഡ് ബാക്കി. 8. മതി. കഴിഞ്ഞു. ജയിച്ചു. പോലീസുകാരോടാ കളി. അത് മാത്രമല്ല ബ്രദേഴ്സാരോടാണോ കളി? അതാണ്. അതെ, സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. Welcome back to C Kerala Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. മത്സരിക്കുന്നത് മറ്റാരുമല്ല, പോലീസുകാരനാണ്. തരാനുള്ള കടം ഞാനങ്ങ് തീർക്കുകയാണ്. 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം. നല്ലൊരു കയ്യടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണോ? എത്രയും പെട്ടെന്ന് നോക്ക്. ഇപ്പൊ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് 2000 രൂപയുടെ ഗെയിമാണ്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ് 2000 രൂപയുടെ ഈ ഗെയിം. അപ്പൊ എന്തായാലും തുറന്ന്
എടുത്തോളുക. 2000 രൂപ കൈ കിട്ടുമോ? തരുന്നേ. 2000 രൂപ കിട്ടത്തില്ല, 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. തന്നോളൂ. ഓക്കെ, അപ്പോ ഇക്കുള്ള ഗെയിം റെഡിയാണ്. സാധാരണ പോലീസ് സ്റ്റേഷനിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടി ബഹളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ? ജനകീയ പോലീസ് സ്റ്റേഷനിൽ ഇടിയുണ്ടോ? ഇതൊക്കെ വെറുതെ പറയല്ല. പണ്ടപ്പോ മൊത്തം നമുക്ക് അറിയില്ല. ഒരുപാട് ആൾക്കാർ ഒരുപാട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഉരുട്ടിക്കൊലയും മറ്റേ തടി ഉരുട്ടിയുള്ള കൊലപാതകം അങ്ങനെയൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ. അത് അതിനിപ്പോ വ്യക്തമായിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. വെറുതെ അപവാദം പറയാണ്. നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒലക്കോണ്ട് എനിക്കൊരു പണിയുണ്ട്. ഒലക്കൊണ്ട് പണിയുണ്ട്. ഏത് സ്റ്റേഷനിലാണ്? പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ. പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഒലക്കൊണ്ട് പണി ഉരുട്ടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ? പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ദിനേശൻ എസ്, ദിനേശ് സാട്ടോ, ഇവരൊക്കെ മുത്താണ്. ആ വെരി ഗുഡ്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉരുട്ടി പരിപാടികളൊന്നുമില്ല, ഒലക്കയുടെ പണികളൊന്നുമില്ല അല്ലേ? പക്ഷേ ഒരു 8 പണിയാൻ തരും. എങ്ങനെ? ഒലക്കൊണ്ട് ഒരു പണിയുണ്ട്. ഒലക്കൊണ്ട് പണിയുണ്ട്. ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഇദ്ദേഹം ഒലക്ക കൊണ്ടൊരു പണി നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. കാത്തിരിക്കാം. ഒലക്കയുമായിട്ട് ഇവിടെ എത്തി നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞു ഈ മനുഷ്യൻ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്കിനി ഗെയിമിലേക്ക് പോകണം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് വളയ വണ്ടി. നൗഷദ് ഖാൻ, അപ്പൊ നമുക്ക് വളയ വണ്ടിയിലേക്ക് പോകാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഹെൽപ്പിന് ഒരാളുടെയും കൂടെ സഹായം ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, ഞാൻ വിളിക്കണോ? വിളിച്ചോളൂ. ആരാ എന്നെ സഹായിക്കാൻ വരുന്നത്? ആരാണ്? ഓ, ഇതാരാണ്? എന്റെ അടുത്ത സുഹൃത്താണ്. പോലീസുകാരനാന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ലേ? പോലീസല്ല. അല്ല, എന്ത് ചെയ്യുന്നു? നാടൻ പണിയാണല്ലേ? ഓക്കെ, ഒരു പോലീസുകാരന്റെ ഷേപ്പ് ഒക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. എന്തായാലും വളയവണ്ടി എന്താണെന്ന് പറഞ്ഞു തരാം. അവിടെ ആ വളയത്തിനകത്ത് കുറേ ബോളുകൾ ഇരിപ്പുണ്ട്. നൗഷാദ് ഖായുടെ ഫ്രണ്ടിനും ഒരു വളയം കൊടുക്കുക, ഒരു വളയം നൗഷാദ് ഖായും പിടിക്കുക. ആ ബോള് ഈ വളയത്തിൽ വെച്ച് ഇവിടെ വെച്ച് ആദ്യം നമ്മൾ ബോൾ കൊണ്ട് അവിടെ വെക്കുക, സ്റ്റേ ചെയ്യുക. ഈ വളയം കൊണ്ട് തന്നെ ബോൾ എടുത്ത് ആ ബാസ്ക്കറ്റിൽ എടുക്കുക. രണ്ടുപേരുടെയും ഓരോ വളയമുണ്ട്. ഈ വളയം കൊണ്ട് മാത്രമേ ബോൾ എടുക്കാവുള്ളൂ. സമയം എന്ന് പറയുന്നത് 100 സെക്കൻഡാണ് സമയം. മനസ്സിലായി കാണുമല്ലോ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വളയവണ്ടി ആദ്യം പിടിച്ചോ. റെഡി? ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഓക്കെ, പിടിച്ചോളൂ. ഓക്കെ, 2 ബോളായി. 5 ബോളാണ് നമ്മൾ ഇടേണ്ടത്. റെഡി? 2. വെരി ഗുഡ്. 30 സെക്കൻഡ് കഴിഞ്ഞു. 5 ബോളാണ് ഇടേണ്ടത്. 3ാമത്തെ ബോള് കൂട്ടണ്ട. ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. യെസ്. ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധിച്ച്. പിള്ളേര് കളിക്കേണ്ട കളിയാണ്. പിള്ളേർ അവിടെ നിന്ന് കൈയടിക്കുന്നു, നിങ്ങൾ ബോൾ കളിക്കുന്നു. പോലീസുകാരാണ് ഈ കളി കളിക്കുന്നത്. ഓക്കെ, യെസ്. 4. ഒന്നുകൂടെ. യെസ് 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 യെസ്. ജയിച്ചിരിക്കുകയാണ്.
2000 രൂപയുടെ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് അല്ലേ? ഇതൊക്കെ എന്ത് ജയിക്കാനായി പുറത്ത് നൗഷാദ് അല്ലേ? തീർച്ചയായും ഇന്ന് 25,000 കൊണ്ടേ ഞാൻ പോകും. 25,000 കണ്ടേ പോളൂ. 2000 രൂപയുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാം, പറയൂ. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ സെറ്റപ്പ് ആക്കും. ഓക്കെ ഇക്ക, ഞാന് സുഹൃത്തിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഒരു പോലീസുകാരൻ ലുക്ക് ഉണ്ട്. പോലീസുകാരനാണോ സത്യത്തില്? പോലീസുകാരനല്ല, പക്ഷെ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. പാട്ടുകാരനാണോ? അത്യാവശ്യം പാടും. വെരി ഗുഡ്. രണ്ടുപേരും ഒന്ന് വിളിച്ചാലോ? സംശയം നോക്കല്ലേ? പാലോ പാലോ നല്ല നടപ്പാലോ, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട് അൻ്റമ്മ വിളിക്കണൊരൊച്ച പോലെ, അൻ്റമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു, അപ്പൻ തന്നല്ലേ പറയാറുള്ളു. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്മകൾ ഇനിയും പാടട്ടെ. നാളെ നാടറിയുന്ന ഒരു കലാകാരനാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്തതായി നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു. സഖികൾ അമൃതമായി അവരുമായി ഞാൻ ചില്ലയും താഴ്ത്തടയാകാൻ ഹൃദയമിതാ.
ഗോപി ഹൃദയമിതാ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? സൂപ്പർ സംഭവമല്ലേ? സൂപ്പർ സംഭവമാണ്. ഇവര് സർഗക്ഷേത്ര എന്ന് പറഞ്ഞൊരു നൃത്തകലാലയം നടത്തുന്നുണ്ട് പള്ളിയത്ത്. അവിടുത്തെ കുട്ടികളാണ്, ഗംഭീര കഴിവുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഇക്കെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിം ഏതാണ് നമുക്ക് നോക്കാം. നൗഷാദൊക്കെ കാത്തിരിക്കുന്ന അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, വളരെ എളുപ്പമുള്ള ഗെയിമാണ്. ഈ ഗെയിമിൽ ജയിച്ചാൽ ഉറപ്പുള്ള സമ്മാനം 3000 രൂപയുണ്ട്. ഓക്കെ, അതെ, 3000 രൂപയുടെ ഉറപ്പുള്ള കളിയാണ് ഇത് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ പേരാണ് ഇത് തന്നെയാണ്, ചിരിവീട്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നൗഷാദൊക്കെ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഗെയിമിന്റെ പേരെന്താണെന്നറിയോ? ചിരിവീട്. ഇതാണ് ചിരിവീട്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഇരിക്കുന്ന ചിരിവീട്. ചിരിവീട് എന്ന് പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 പെന്ന് അതിൽ നിട്ട് വെക്കുക. 2 പെന്ന്, അതിന് മുകളിൽ ഒരു വള, പിന്നെ ഒരു വൈൻ ഗ്ലാസ്, അതിന് മുകളിൽ ഒരു സ്മൈലി ബോൾ. ഇത് 80 സെക്കൻഡാണ് സമയം. 80 സെക്കൻഡിനുള്ളിൽ 4 ചിരിവീടുകളാണ് ഒക്കെ ഉണ്ടാക്കേണ്ടത്. ചിരിവീടുകൾ ചെയ്യുമ്പോൾ ഈ സ്മൈലി അവസാനം ഫ്രണ്ടിൽ വരണം. 4 വീട്, 80 സെക്കൻഡ് സമയം. ഓക്കെ അല്ലേ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണ്, കാത്തിരിക്കുകയാണ്. 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ്. 80 സെക്കൻഡാണ് സമയം. അപ്പോൾ ഗെയിം സ്റ്റാർട്ട്. യെസ്, എടുക്കുക, കറക്റ്റ് വെച്ചോളുക. യെസ്, ഉറപ്പായിട്ടും ജയിക്കും. 4 എണ്ണം വെച്ചാൽ മതി. 20 സെക്കൻഡ് സമയം. കൈ വരയ്ക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പഴയ സർക്കസുകാരൻ സർക്കസ് കണ്ടെല്ലാം പഠിച്ചിരിക്കുകയാണ്. ഒലക്ക മൂക്കിന്റെ മോളിൽ വെക്കാമെങ്കിൽ ഇത് നിസ്സാരമാണ്. 20 സെക്കൻഡിൽ ഒരെണ്ണം ചെയ്തു. മറ്റൊന്ന് തട്ടാതെ മാറ്റി വെച്ച് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് മാറ്റി വെച്ചോളൂ. ഓക്കെ, സ്ഥലം ഇഷ്ടം പോലെ കിടക്കുകയാണ്. ഈ ടേബിളിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ല. യെസ്, വെരി ഗുഡ്. കയ്യടിക്ക്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇക്കയുടെ വിജയം എന്ന് പറയുന്നത്. വെരി ഗുഡ്. സ്മൈലി, മറ്റേ തട്ടരുത്, മറ്റേ തട്ടാതെ നോക്കുക. ശ്രദ്ധിക്കണം. 40 സെക്കൻഡ് രണ്ടെണ്ണം ചെയ്ത് അകത്തി വെച്ചോളൂ. ഇവിടെ വെച്ചോളൂ. ഓക്കെ, നല്ല ടൈമിംഗ് ആണ്. ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. ഓ, ശ്രദ്ധിച്ച് ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. ഓ, യെസ്, 20 സെക്കൻഡ് കൂടെ ഉള്ളൂ. ആവേശം. യെസ്, 20 സെക്കൻഡിൽ ഒറ്റ എണ്ണോടെ വെച്ചാൽ മതി. ഉറപ്പായിട്ടും ഉറപ്പുള്ള സമ്മാനം. കൗണ്ട് ഡൗൺ തുടങ്ങാൻ സമയമായി. ബാക്കി വെച്ചാൽ മതി. മറ്റേ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നോ പ്രോബ്ലം. 10, 9, 8, 7, 6, 5. തീർച്ചയായിട്ടും 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. തീർച്ചയായിട്ടും യെസ്, അതെ, 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം നൗഷാദിക്ക്. യെസ്, ഓക്കെ, ഗംഭീരമായി. ഒരെണ്ണം താഴെ പോയായിരുന്നു, എങ്കിൽ തന്നെ 4 എണ്ണം വെച്ചു. അപ്രൂവലായി. 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. അതെ, സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, കളി മുറുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അടിച്ചു മോനെ ബമ്പർ. അതെ, 5000 രൂപയുടെ കളിയിലേക്കാണ് ഇനി പോകുന്നത്.
പക്ഷേ 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം അടിച്ചിരിക്കുകയാണ് അല്ലേ കേക്ക്? ഇനിയിപ്പോ എത്ര രൂപയുടെ തരാനുള്ളത്? 2000 രൂപ. 2000 രൂപ ബാലൻസ് കൊടുക്കാണ്ട് 1000 രൂപ ആദ്യം കൊടുത്തു. ഇപ്പം 2000 രൂപയുടെ കേക്ക് ബാലൻസ് കൊടുക്കുകയാണ്. നല്ലൊരു കയ്യടി. ഓക്കെ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. ഹാപ്പി, സന്തോഷം, നല്ലൊരു കയ്യടി. അതെ, ഇത് പൊടിപാറിയ പൊടിപൂരം സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്ത കളിയിലേക്ക് പോവുകയാണ്. അതെ, 5000 രൂപയുടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കരനായ നൗഷാദ് ഖാൻ. അപ്പോ 5000 രൂപയുടെ ഗെയിം നൗഷാദ് കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. എടുക്കാം. നൗഷാദ് കാത്തിരിക്കുന്ന 5000 രൂപയുടെ ഗെയിമിന്റെ പേരാണ് അരക്കയ്യൻ. ഗെയിം പറഞ്ഞു തരാം. മുട്ടുകൊണ്ട്, ഇവിടെ ഓരോ പെന്നിരിപ്പുണ്ട്, മുട്ടുകൊണ്ട് പെണ്ണെടുത്ത് ഈ കുപ്പിക്കകത്തിടുക. സമയം 60 സെക്കൻഡേ ഉള്ളൂ. തീർച്ചയായിട്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 5000 രൂപയുടെ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ജയിക്കും. യെസ്, 10 സെക്കൻഡ് കഴിഞ്ഞു. 60 സെക്കൻഡാണ് സമയം. യെസ്, ശ്രദ്ധിച്ച് ചെയ്യുക. 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി. യെസ്, 1, 25 സെക്കൻഡ്, 25 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, നേരത്തെ കൗണ്ട് ഡൗൺ വന്ന് രക്ഷപ്പെട്ടു. അടുത്തതിൽ ഇക്ക രക്ഷപ്പെടണം. സമയം കുറവാണ്. ജനങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇക്കയ്ക്കുണ്ട്. ആ സപ്പോർട്ടാണ് ഇക്കയുടെ വിജയം എന്ന് പറയുന്നത്. റെഡി 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 2, 35 സെക്കൻഡ് കഴിഞ്ഞു. ടൈമിങ്ങിലാണ് കളിക്കുന്നത്. യെസ്, 40 സെക്കൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 10, 9, 8. തീർച്ചയായിട്ടും അത്യുജ്വലമായ വിജയം, ഭാഗ്യത്തിന്റെ വിജയം. തീർച്ചയായിട്ടും യെസ്, ഇതൊരു പോലീസുകാരന്റെ വിജയമാണ്. അതെ, ജനങ്ങളുടെ വിജയമാണ്. 5000 രൂപയുടെ ഗെയിമിലാണ് ജയിച്ചിരിക്കുന്നത്. അതെ, ആവള ബ്രദേഴ്സിന്റെ വിജയം തന്നെയാണിത്. തീർച്ചയായിട്ടും നല്ലൊരു കയ്യടിയും കൂടെ. 10000 രൂപയുടെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. तू बड़ी माशाअल्लाह कही अब्दुल्ला, तेरा दिलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. अब है तेरे याद तू किस बात का शर्माना, किस बात का शर्माना. से लगा लेना चलेगा बहाना, चलेगा बहाना. वो सुनो लाजवाब है, सुनो लाजवाब है. भूली हुई किताब है, भूली हुई किताब है. पर्दा सरकाना गलवा इकराना. हम नहीं बेगाने, मानिया ना माने हम तेरी दीवाना.
तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला तेरे दिल का प्यारा नजराना जाम जवानी का तू होठों से पिला दे रंग भरी महफिल में तू दुल नया खिला दे ये हदाए कमाल है आए हुनर पे मिसाल है राम जवानी का तू होठों से पिला दे रंग भरे महफिल में तू दुल नया खिला दे ये अदा ये कमाल है ये हुनर बेमिसाल है ये समा सुखाना हर मिटाना हम नहीं अनजाने मानी या न माने हम तेरी मस्ताना बड़ी माशाअल्लाह कहे अब्दुल्ला तेरे जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरे लैला तेरे दिल का प्यारा नजराना थैंक यू നമ്മൾ അടുത്ത എത്ര രൂപയുടെ ഗെയിമാണ്? 10,000 രൂപയുടെ ഗെയിമാണ്. അപ്പോൾ 10,000 രൂപയുടെ ഗെയിം ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു ഗ്രാമാന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് അല്ലേ ഭയങ്കര ഗംഭീരമായിട്ട്. എന്താ മോളെ പേര്? അശ്വതി. എന്താ പേര്? എങ്ങനെയാ നൗഷാദൊക്കെ അറിയോ? ജയിക്കുവോ കളിയില്? ഉറപ്പായിട്ട് ജയിക്കും അല്ലേ? എന്താ പേര്? രാഗിണി. പത്മജ രാഗിണി പഴയ രാഗിണിമാരിൽ ഒരാളാണോ? പഴയ രാഗിണി ഇപ്പം ചെറിയ നാടൻ പാട്ടെല്ലാം പാടും. ഗ്രാമത്തെ കുറിച്ച് നല്ലൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുന്നത്? ആര്യൻ നെല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുപിടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ് ആര്യൻ നെല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുപിടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ്. നന്നായിട്ട് പാടി കേട്ടോ. ഉദ്ദേശിച്ച പോലെയല്ല. താങ്ക് യു. എനിക്ക് അത്ര വലിയ ചാടൊന്നുമില്ല. ഞാനിങ്ങനെ പാടുന്നതാണ് സ്ഥിരം. കുഴപ്പമില്ല. അപ്പോ കളി തുടങ്ങാൻ വീണ്ടും അല്ലേ? അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ 10,000 രൂപയുടെ കളിയാണ് നൗഷാദ് കളിക്കാൻ പോകുന്നത്. 10,000 രൂപയുടെ കളി 10,000 അല്ല 10,000 രൂപയുടെ കളിയാണ് കളിക്കാൻ പോകുന്നത്. നൗഷാദ് നോക്കാം അടുത്ത ഗെയിം ഏതാണെന്ന്. എടുത്തോളൂ. ഒരു മിനിറ്റ്. ഒരു ഓഫർ ഉണ്ട്. 10,000 കിട്ടിയാൽ ഒരു സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ട്. എന്താണ്? അതിപ്പോ പറയൂല, മത്സരം കഴിഞ്ഞിട്ട് പറയാം. ജയിച്ചാലും തോറ്റാലും? ജയിച്ചാൽ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. എന്നാലും ജയിച്ചാലും തോറ്റാലും കാര്യം പറയുമല്ലോ. കാര്യം പറയും. ഓക്കെ, എന്നാലും എടുത്തോളൂ. ഈ കഷണ്ടി തലയിൽ മുഴുവൻ സ്നേഹവും ബുദ്ധിയാണോ? ബുദ്ധിയുള്ള ആൾക്കല്ലേ കഷണ്ടി ഉണ്ടാവും. അങ്ങനെയുണ്ടോ? എന്ത് സംശയോ? ഒന്ന് നോക്കിയോട്ടെ. ആയി വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ഗെയിമിന്റെ പേരാണ് ടീത്ത് പുള്ളർ. ടീത്ത് പുള്ളർ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ടീത്ത് പുള്ളർ എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഒരു റിബൺ
കണ്ടോ കുറേ റിബൺ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ 2 ഗ്ലാസുകൾ വീതം വെച്ചിട്ടുണ്ട്. നമ്മൾ ടീത്ത് വെച്ച്, അതായത് പല്ല് വെച്ച് വലിക്കുമ്പോൾ ഈ ഗ്ലാസ് മറിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ 8 റിബണുകൾ എടുക്കുക, ഗ്ലാസ് മറിഞ്ഞു പോവാതെ. എങ്ങാനും മറിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് വെച്ചിട്ട് ചെയ്യാം. 40 സെക്കൻഡിനുള്ളിൽ 8 ഗ്ലാസുകളുടെ അടിയിൽ നിന്ന് റിബൺ റിമൂവ് ചെയ്യുക, ഗ്ലാസ് മറിഞ്ഞു പോവാതെ. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? 10,000 രൂപയുടെ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എല്ലാവരും നൗഷാദയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓടി. യെസ്, വലിച്ചോളൂ, സമയമില്ല. യെസ്, 1. ഓക്കെ, സമയമില്ല. 10 സെക്കൻഡ് കഴിഞ്ഞു. 10 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. പെട്ടെന്ന്. അത് കൂട്ടുന്നില്ല, കണക്കിൽ കൂട്ടില്ല. 3 എണ്ണം. 3 എണ്ണം. 20 സെക്കൻഡ് കഴിഞ്ഞു. പെട്ടെന്ന്. 40 സെക്കൻഡ് കഴിഞ്ഞു. കൗണ്ട് ഔട്ട്. 40 സെക്കൻഡ് കഴിയാൻ പോകുന്നു. 10, 9, 8, 7, 6, 5, 4, 2, 1, 0. സമയമുണ്ടായിരുന്നു. ആദ്യത്തെ 3 എണ്ണം കറക്റ്റായിട്ട് എടുത്തു. ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ടൈമിൽ കറക്റ്റായിട്ട് ആ ടൈമിങ്ങിൽ പോകുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അല്ലല്ല, ഞാൻ പറയുന്നത് കറക്റ്റാണ്. നൗഷാദൊക്കെ ആദ്യം റിലാക്സ് ചെയ്താണ് ചെയ്തത്, പിന്നെ അങ്ങ് ബഹളമായി പോയി അല്ലേ? ആദ്യത്തെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയായിരുന്നു ജയിക്കുമെന്ന് അല്ലേ? പിന്നെ എന്ത് പറ്റിയ നൗഷാദ്? പിന്നെ എണ്ണം കൂടി കണ്ടപ്പോ ടെൻഷൻ ആവരുത്. പോലീസുകാർ ടെൻഷൻ അടിക്കാൻ പാടില്ല. പോലീസ് അല്ലല്ലോ, ഞങ്ങളുടെ നൗഷാദ് ടെൻഷൻ അടിക്കാൻ പാടില്ല. മുത്താണ് ഞങ്ങളുടെ. ഇത് കുട്ടിക്കളിയല്ലേ? അതല്ലേ കുട്ടിക്കളി, വലിയൊരു കുട്ടിക്കളിയാണ് കളിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും വീട്ടിൽ ബാലരമ വരുത്തുന്നുണ്ട്. അതാണ്, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും കുട്ടിക്കളിയല്ല ഇതൊന്നും അല്ലേ? ഇതുകൊണ്ട് നമ്മളെ കലാസമിതിക്ക് തന്നെയാണ് നഷ്ടം. എന്താണ് ആ മുമ്പേ പറഞ്ഞല്ലോ. ഞാനൊരു സ്പോൺസർഷിപ്പ് ആദ്യം പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലെ കലാസമിതി, ബ്രിട്ടേഴ്സ് കലാസമിതിന്റെ സജീവ മെമ്പറാണ് ഞാൻ. ഏകദേശം 10 കൊല്ലത്തോളം ഇതിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് PSC കോച്ചിങ്ങിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു പരാതി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂം ഇല്ല, ചില ലേഡീസിന് ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് കിട്ടിയാൽ ആ പണം അതിന് കൊടുക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നത്. എന്തായാലും 3000 രൂപയുണ്ട് നൗഷാദയ്ക്ക്. കലാസമിതിയിലേക്ക് ഈ 3000 രൂപ കൊടുക്കുമോ? തീർച്ചയായും. ഓക്കെ, ഇതൊരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും 3000 രൂപ ആദ്യമായി നൗഷാദ് ഇതിലേക്ക് നിങ്ങളുടെ ഈ കലാസമിതിയിലേക്ക് ടോയ്ലറ്റ് നിർമ്മാണത്തിനായിട്ട് 3000 രൂപ ഫണ്ട് ചെയ്യുകയാണ്. ബാക്കി തുക ഇവിടുത്തെ ആളുകൾ തീർച്ചയായിട്ടും സ്വരൂപിച്ച് ഈ ബാത്റൂം പണിയുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ശരിയല്ലേ? തീർച്ചയായും. സഹായമുള്ള നാട്ടുകാരാണ്, സഹായിക്കും. അത് ഇതൊരു തുടക്കമാവട്ടെ. എന്തായാലും കല ഒരുപാട് വളരട്ടെ, നാട്ടുകാരുടെ ഈ സ്നേഹം ഒരുപാടുണ്ടാവട്ടെ. ഏതായാലും ആവളയിലെ കാഴ്ചകൾ ഒന്നും തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ആവളയിലെ കാഴ്ചകൾ തുടരുന്നത് തന്നെയാണ്. ഇവിടുത്തെ സ്നേഹം നിലനിൽക്കട്ടെ. നൗഷാദ് പറഞ്ഞതുപോലെ ഒന്നും കുട്ടിക്കളിയല്ല. തീർച്ചയായിട്ടും നമുക്ക് പഴമയിലേക്ക് തിരിച്ചു പോകാം, കുട്ടികളിലേക്ക് തിരിച്ചു പോകാം. അതെ, സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ പുതിയൊരു എപ്പിസോഡുമായി ആവളയിലെ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലക്കാരൻ.